ലാൽ റുവ മിസോറാമിലെ ഒരു ദൂരദേശ ഗ്രാമത്തിൽ താമസിക്കുന്നു. അവളുടെ കുടുംബം ദിവസേന $1 താഴെയായുള്ള വരുമാനത്തിലാണ് ആശ്രയിക്കുന്നത്. അത്യന്തം ദാരിദ്ര്യത്തിലൂടെയും ലാൽ റുവ പോലുള്ള ലളിതമായ സ്ത്രീകൾ ഒരു വിപ്ലവത്തിന് നേതൃത്വം നൽകുകയാണ്. ഇത് മിഷനുകളുടെ ലോകത്തെ പിടിച്ചു കുലുക്കുകയാണ്. അവരുടെ പ്രസ്ഥാനമാണ് ഈ ബുഫായ് താംനിയ എന്നത്, അതായത് ഒരു കൈപ്പിടി അരി. ഓരോ മിസോ കുടുംബവും ഓരോ തവണ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കൈപ്പിടിയരി മാറ്റിവെക്കുകയും പിന്നീട് അതിനെ കൂട്ടിച്ച് പള്ളിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പള്ളി അതിനുശേഷം ആ അരി വിറ്റുവരുമാനം സൃഷ്ടിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അരിയാണ് മിസോറാമിലെ ജനങ്ങളുടെ പ്രധാന ആഹാരം. നിങ്ങൾക്കു അത്യന്തം അടിസ്ഥാനപരവും അത്യാവശ്യവുമായതായത് തന്നെയാണ് നിങ്ങൾ നൽകുന്നത്. അത് നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു. കാലക്രമേണ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉള്ളതൊക്കെയും നൽകിയിട്ടുണ്ട്. പച്ചക്കറികൾ, ഇന്ധനമരങ്ങൾ, വയലിൽ നിന്നുള്ള ധാന്യങ്ങൾ, പതിവ് ദാനങ്ങൾ എന്നിവയും ഉൾപ്പെടെ. ഇതിന്റെ സഹായത്താൽ പള്ളി സ്വയം പര്യാപ്തമാകാൻ കഴിഞ്ഞു. മിസോറാം ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിലകൊള്ളുന്ന സംസ്ഥാനമാണ്. ഞങ്ങൾ ഏറ്റവും ദാരിദ്ര്യത്തിലായവരാണ്. എന്നിരുന്നാലും നാം ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി ധനം ശേഖരിക്കാനാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ ഏകദേശം $13 ദശലക്ഷം ലഭിച്ചു. അതിൽ 12% വരുമാനം ഒരു കൈപ്പിടിയരി സമാഹാരത്തിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിൽ 1800 മിഷണറിമാരും വിദേശങ്ങളിലും പലരും ഉള്ള മിസോറാം പള്ളി ലോകം മുഴുവൻ മിഷണറി പള്ളി എന്നു പറയപ്പെടുന്നു. ഈ വിജയത്തിന് കാരണം അവരുടെ സ്വാർത്ഥരഹിതവും സൃഷ്ടിപരവുമായ ദാനശീലമാണ്. നമ്മൾ ദൈവത്തിന് സേവനം ചെയ്യുന്നത് സമ്പത്ത് കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ അല്ല, മനസ്സുള്ളതുകൊണ്ടാണ്. നമ്മൾ മിസോവാസികൾ പറയുന്നത് പോലെ ദിവസം ഓരോ വട്ടം ആഹാരം കിട്ടുന്നുവെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിന് നൽകാനൊന്നൊക്കെ നമുക്ക് ഉണ്ടാകും.